നിക്കുന്നില്ല, ഓടുന്നു. ഇവ വീട്ടിൽ ചെല്ലുമ്പോ തിരിച്ചറിയാവുന്ന ഒരൊറ്റ പ്രശ്നമുള്ളൂ. നമ്മളെ രണ്ടാളും കോമാളിയാക്കിട്ട് ഇവരൊക്കെ ചുറ്റും നിന്ന് ചിരിക്കുകയാണ്. രണ്ട് ടേബിളിലായിട്ട് രണ്ട് സെക്ഷനിലായിട്ട് വിളമ്പിക്കാൻ കേട്ടോ. വിളമ്പിരിക്കല്ല, ആക്ച്വലി ഇത് കുക്ക് ചെയ്തോണ്ടിരിക്കുന്നതാണ്. ഇപ്പൊ കണ്ടോ കുറെ ഐറ്റംസ് ഉണ്ട്. വെജിറ്റബിൾ ഐറ്റംസ് ഒക്കെ, കുക്ക് ചെയ്യാത്ത ഐറ്റംസ് ഒക്കെ കുറെ ഉണ്ട് കേട്ടോ. അതിന്റെ കൂട്ടത്തില് വലിയൊരു പാത്രത്തില് ഒരുപാട് സീ ഫുഡ് ഐറ്റംസ്, കടലിൽ ഉള്ള എല്ലാ ജീവികളെയും പിടിച്ചു കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതിന്റെ അമ്മ വലിയൊരു ഞണ്ടാണ്. അത് ഞാൻ ഏറ്റു. അത് വെന്ത് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഏറ്റു. നീരാളുണ്ട്, കക്കയുണ്ട്, ഞണ്ടുണ്ട്, എന്തൊക്കെയോ കല്ലുമ്മക്കായുടെ പല ഐറ്റംസ് ഉണ്ട്. കുറെ സാധനം ഉണ്ട്. പിന്നെ ചെമ്മീനുണ്ട്, എന്തൊക്കെയോന്ന് അറിയില്ല കേട്ടോ. നോക്ക്, വലിയൊരു നീരാളി. അതിന്റെ പേരെന്താ? ഷെല്ലാണ്. എന്താ എളമ്പക്ക തന്നെ പറയാ. അതെ, വേറെ ഐറ്റം കൂടി വരുന്നുണ്ട് കേട്ടോ. ഇതിനൊരു അന്ത്യമല്ല കേട്ടോ. അതെ അതെ അതെ, ഇത് ജീവനുള്ളതാണ്. മോനെ, ഇത് ജീവനുള്ള കേട്ടോ. ഞാൻ കഴിക്കൂല. നീ കഴിക്കോ? ആണോ? നീ കഴിച്ചേ കാണട്ടെ. കഴിക്ക്. ആ പച്ചക്കുള്ളത് ഞാൻ മോനെ നിക്കുന്നില്ല, ഓടുന്നു. മുന്തി പണി എടാ, ഇവരെ സമ്മതിക്കണ്ടോ? ആ അതെ, ഇദ്ദേഹം ഇവിടെ പരിപാടി തുടങ്ങിട്ടോ. ഇതിനി ഫുള്ള് എടുത്തിട്ട് പീസ് പീസ് ആക്കി കട്ട് ചെയ്യുവേ. ഇതിന്റെ പേരെന്താ ഈ ഒരു ഐറ്റത്തിന്? സീ ഫുഡ് സൂപ്പ് ഇതാണോ? സീ ഫുഡ് സൂപ്പ് എന്നാട്ടോ പറയണത്. ഒരുപാട് ഐറ്റം സീ ഫുഡ്സ് ഉണ്ട്. അത് മുഴുവനും കട്ട് ചെയ്തിട്ട് കുറച്ചെന്തൊക്കെ മസാലയൊക്കെ ഉണ്ട്. എന്നിട്ട് അതിങ്ങനെ തിളച്ചോണ്ടിരിക്കും നമ്മുടെ ടേബിളിന്റെ മുകളിൽ. ഇവിടെ വെച്ചിട്ട് തന്നെയാണ് കുക്ക് ചെയ്യുന്നത്. കണ്ടോ, ഓരോന്ന് എടുത്തിട്ട് പുള്ളി കട്ട് ചെയ്തോണ്ടിരിക്കുകയാണ്. സെറ്റ് പരിപാടി. ഇത് നമ്മള് രാവിലെയും കഴിച്ചായിരുന്നു കൊറേ. അത് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നേ, അടിപൊളിയായിരുന്നു അത്. മോനെ സെറ്റ്. ഇനി വല്ലതും വേണോ ഒന്ന് ഓർഡർ ചെയ്യണോന്നാ ചോദിക്കുന്നേ. ഓ, അവര് കഴിച്ചു തുടങ്ങിട്ടോ. അവരവിടെ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട്. എന്താണ് ആ ഞണ്ടിന് ദേഹം എന്താ കാട്ട? അതോ 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 വലിയ ഞണ്ട്. എന്റെ മോന് സെറ്റ്. ഇതേ പൊളിച്ചു. നീ കണ്ടില്ലേ? ഞണ്ട് കണ്ടില്ലേ? അമ്മോ, ഞണ്ട് എന്ത് ചെയ്യുന്ന ആലോചിച്ചോണ്ടിരിക്കുന്നു. പരിപാടി പെട്ടെന്ന് കഴിഞ്ഞു കേട്ടോ. അതാ വെജിറ്റബിൾസ്. അതിന്റെ അടിയിൽ കുറച്ച് പച്ചക്കറി സംഭവങ്ങളുണ്ട്. സെറ്റായി. മൂപ്പരെ പരിപാടി കഴിഞ്ഞു കേട്ടോ. മൂപ്പര് പോയി. ഇത് വേണ അവസാനം മീൻ ഫ്രൈ ചെയ്ത് വേണോ ചോദിച്ചിട്ടോ. അങ്ങനെ ആന്ന് പറഞ്ഞപ്പോ കൊണ്ടു തന്നാണ് കേട്ടോ. ജസ്റ്റ് ഒരു ചട്ടിയിലൊന്ന് വെച്ചെടുത്തിട്ടുണ്ട്. വെന്തിട്ടുണ്ട് അല്ലേ? കണ്ടാ കുഴപ്പമില്ല കേട്ടോ. വെന്ത പോലെ ഉണ്ട്. എന്ത് മീനാണോ അത്? അയിലാണോ അത്? അഷ്റഫ് ഭായി മറ്റേ ചോപ്സ്റ്റിക്ക് കൊണ്ട് പഠിക്കുന്നുണ്ട്. മോശമില്ല. എങ്ങനെയുണ്ട് ചോപ്സ്റ്റിക് എക്സ്പീരിയൻസ്? തെറ്റല്ലേ? പഠിച്ചില്ലേ? അഷ്റഫ് ഭായിന്റെ ഒരു അതാബ് നോക്കിയതാ. ഇത് ശരിക്കും നമ്മുടെ ഡിന്നറാണ് കേട്ടോ. ഇത് കഴിക്കാൻ വരുന്നതിന് മുമ്പ് നമ്മൾ മറ്റൊരു സംഭവം കാണാൻ പോയിരുന്നു. അതായത് നമ്മുടെ സ്കൈ ബൈക്ക് പരിപാടി കഴിഞ്ഞിട്ട് പിന്നീടുള്ള പരിപാടി പാരാഗ്ലൈഡിങ് ആണ് കേട്ടോ. പക്ഷേ പാരാഗ്ലൈഡിങ് വീണ്ടും ചെറിയൊരു പ്രശ്നമുണ്ട്. മഴ പെയ്യാൻ തുടങ്ങുകയാണ്. അപ്പോൾ ആ സമയത്ത് നടക്കില്ല. അപ്പോൾ നോക്കട്ടെ, പറ്റിയില്ലെങ്കിൽ നമുക്കത് നാളെ ആക്കാമെന്ന് പറഞ്ഞു ഇവരൊക്കെ. അപ്പോൾ എന്തായാലും നമ്മൾ പിന്നെ വേറൊരു സ്ഥലത്ത് വന്നേക്കും കേട്ടോ. ഇവിടെ ഒരു മ്യൂസിയം ഉണ്ട്. അതായത് നമ്മൾ രാവിലെ ആ കടലിൽ പോയില്ലേ, ആ സമയത്ത് അവിടെ നമ്മൾ മാന്തിയ മണ്ണുണ്ടല്ലോ, ആ മണ്ണ് ഭയങ്കര സ്പെഷ്യലാട്ടോ. അതായത് ഈ നാട് തന്നെ ആ മണ്ണിൻ്റെ പേരിലത്ര അറിയപ്പെടുക. ചളീൻ്റെ നാട് എന്ന് പറയത്ര ഇതിന്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മണ്ണിന് ഭയങ്കര ഗുണങ്ങളുണ്ട് ഇത്ര കേട്ടോ. അപ്പോൾ ആ മണ്ണിൽ നിന്ന് എടുക്കുന്ന എന്തോ ഉപയോഗിച്ചിട്ട് കുറേ ബ്യൂട്ടി പ്രോഡക്റ്റ്സ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് ഇത്ര. അതുപോലെ തന്നെ ആ മണ്ണ് കൊണ്ട് കുറേ ക്രാഫ്റ്റ് ഐറ്റംസ് ഉണ്ടാക്കുന്നുണ്ട്. ഒരുപാട് രീതിയിൽ ഇവിടുത്തെ ചളി അവർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു മ്യൂസിയം ഉണ്ട് ഇവിടെ. അപ്പോൾ ആ മ്യൂസിയം കാണാൻ വേണ്ടി പോവാണ്. നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു കേട്ടോ. ഈ സ്ഥലമൊക്കെ നോക്കി എന്ത് ഭംഗിയെ കാണാൻ നോക്കി കേട്ടോ. പല കളറിലുള്ള ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട്.
അപ്പോൾ അവരൊക്കെ അങ്ങോട്ട് അകത്തേക്ക് പോയിട്ടോ. നമുക്ക് പോയി നോക്കാം എന്താണ് അകത്ത് കാണാനുള്ളതെന്ന്. അകത്തേക്ക് വരുമ്പോൾ കണ്ടോ ഫെസ്റ്റിവൽ എക്സിബിറ്റ് ഹാളാണ് കേട്ടോ. അതായത് ഇവിടെ എല്ലാ വർഷവും ഈ മഡ് ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. കണ്ടോ ചളിയിൽ കിടന്നുരുളുന്നൊരു ഫെസ്റ്റിവലാണ്. അതുമായി ബന്ധപ്പെട്ട എന്തൊക്കെ എക്സിബിറ്റ് ചെയ്തിട്ടുള്ള ഹാളാണ് അവിടെ. പിന്നെ ഇവിടെ കണ്ടോ നമ്മളെ വെൽക്കം ചെയ്യുന്ന രീതിയിൽ എൻജോയ് മഡ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ശില്പങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഭാഗത്താണ് കോസ്മെറ്റിക്സ് എക്സിബിറ്റ് ഹാൾ കേട്ടോ. അതായത് ഈ മഡ് ഉപയോഗിച്ചുണ്ടാക്കുന്ന കോസ്മെറ്റിക്സിൻ്റെ എക്സിബിഷൻ ആയിരിക്കും. അകത്തേക്ക് വരുമ്പോഴാണ് കേട്ടോ നമുക്ക് ഈ മഡിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാവുക. കണ്ടോ ബോറിയോങ് മഡ് എന്ന് തന്നെയാണ് അതിന് പേര് പറയുന്നത് കേട്ടോ. ഇവിടെ അതുമായിട്ട് അവർ ബന്ധപ്പെട്ടുണ്ടാക്കുന്ന പ്രോഡക്റ്റുകളുടെയൊക്കെ കുറേ ഹിസ്റ്ററിയൊക്കെ ഡിസ്പ്ലേ ആയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ കുറേ പ്രോഡക്ട്സിൻ്റെ സാമ്പിൾസ് ഉണ്ട്. അതായത് സർക്കാർ തലത്തിലും അതുപോലെ തന്നെ പ്രൈവറ്റ് ആയിട്ടൊക്കെ ഈ മഡിൽ നിന്ന് ഉണ്ടാക്കുന്ന ഒരുപാട് പ്രോഡക്ട്സ് ഇവർ മാർക്കറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ കുറേ സാമ്പിൾസ് ഇവിടെ പലതരം പ്രോഡക്റ്റ്സാണ്, അതിൻ്റെയൊക്കെ സാമ്പിൾസ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഒരു സ്പേസ് കണ്ടോ നല്ല ഭംഗിയായിട്ട് ജസ്റ്റ് ഉണ്ടാക്കി വെച്ചാൽ തോന്നുന്നുണ്ട്. ഒരു വാഷ്റൂമും അതുപോലെ ഡൈനിങ് സ്പേസും ഒരു ബെഡൊക്കെ ആയിട്ട് ഇങ്ങനെ ജസ്റ്റ് സെറ്റ് ചെയ്ത് വെച്ച് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇത് കണ്ടോ ഇതാണ് കേട്ടോ ബോറിയാങ് മഡ് എന്ന് പറയുന്ന ചളി. അതുപോലെ അതിൻ്റെ ഓരോരോ സ്റ്റെപ്പ് ഇവിടെ അവരിങ്ങനെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ മഡ് ഇങ്ങനെ പൗഡറാക്കിയത് പൗഡർ ഇവിടെ ഉണ്ട്. പിന്നെ അതിൻ്റെ എക്സ്ട്രാക്ട്സ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇവിടെ വേറെ എന്തൊക്കെയോ സംഭവമുണ്ട്, നമുക്ക് ഇത് ഇവിടുന്ന് വാങ്ങിക്കാനൊക്കെ കിട്ടും. കണ്ടോ ബോറിയോങ് മഡ് ഷോപ്പ് എന്ന് പറഞ്ഞിട്ട് കുറേ സാധനങ്ങൾ വിൽക്കാനൊക്കെ വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നിട്ട് നമുക്ക് ഇവിടെ ഈ സ്കിൻ കെയർ പ്രോഡക്റ്റ് ട്രൈ ചെയ്യാനുള്ളൊരു സംഭവം കേട്ടോ. ഇവിടുന്ന് നമുക്ക് ഒന്ന് ട്രൈ ചെയ്യാൻ പറ്റും. അസല് മണ്ണാണ് കേട്ടോ. ചളി ശരിക്കും ചളി തന്നെയല്ലേ? ചളി ആയിരിക്കില്ല, ചളിയിൽ നിന്ന് എടുത്ത് എന്തെങ്കിലും സംഭവം എക്സ്ട്രാക്ട് ചെയ്തെടുത്ത് എന്തെങ്കിലും സംഭവം ഇതിനകത്ത് കൂട്ടിയിട്ടുണ്ടാവും, അതായിരിക്കും. ജാഹിദ് ബായിക്ക് വെളുത്തിട്ട് പാറാനുള്ള പരിപാടിയാണ്. മേങ്ങ തേക്ക ബെളുക്ക പാറ. അപ്പൊ ഇനി ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ നിങ്ങൾക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യണ്ട, പറഞ്ഞു പോലെ. അങ്ങനെ എന്ത് ചളിയാടോ മുഖത്ത് തേക്കുന്നതും ചളി പറയുന്നതും ചളി. ഇതാരേ വന്നേക്കണത്? എന്തൊക്കെ പറഞ്ഞാലും നല്ല മണം കേട്ടോ അല്ലേ? സെറ്റ് മണം. ഈ സ്പെഷ്യൽ ആൾക്കാർക്ക് സ്പെഷ്യൽ, നിങ്ങൾക്ക് ചളി. കണ്ണും മൂക്കൊക്കെ ഉണ്ട്. ഹലോവീൻ ഇവ വീട്ടിൽ ചെല്ലുമ്പോൾ തിരിച്ചറിയാവുന്ന ഒരൊറ്റ പ്രശ്നമുള്ളൂ. നമ്മളെ രണ്ടാളും കോമാളിയാക്കിയിട്ട് ഇവരൊക്കെ ചുറ്റും നിന്ന് ചിരിക്കുകയാണ്. നമുക്ക് പറയില്ലല്ലോ എന്താ അവസ്ഥ. നിങ്ങൾക്ക് നല്ല കോമഡിയാണ്. എനിക്ക് മനസ്സിലായി, ഞാൻ ഫോട്ടോ നോക്കി. പക്ഷെ വെളുത്ത് പാറി പറഞ്ഞാൽ മതി, എന്ത് കോമഡി ആയാലും. ഇവിടെ ഓട്ടമുണ്ടോ എനിക്ക്? എങ്ങനെയുണ്ട്? നല്ല സോഫ്റ്റ് ആയി. സത്യാണോ? സത്യം. അല്ല ഫുഡ് കഴിച്ചിട്ട് അപ്പുറത്തെ സെക്ഷനിൽ മഡ് ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ട കുറെ എക്സിബിറ്റുകൾ ഉണ്ട് കേട്ടോ. അതായത് നമ്മൾ എൻട്രി ചെയ്യുന്ന സമയത്ത് ഒരു ബോർഡ് കണ്ടില്ലേ, മഡ് ഫെസ്റ്റിവൽ എക്സിബിറ്റ് എന്ന് പറയുന്ന ഒരു ഹാളിലേക്കുള്ളൊരു വഴി കണ്ടല്ലോ. അതുവഴി പോയി നോക്കിയപ്പോൾ അവിടെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. നമുക്കിങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട മഡ് ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ട ഒരു ഗെയിം, ഇങ്ങനെ ഒരു ഇൻട്രാക്റ്റീവ് ഗെയിമാണ്, അതിങ്ങനെ കളിക്കാൻ പറ്റും. പിന്നെ ഒരു ഫ്ലോർ ഉണ്ട്, ഡാൻസ് ഫ്ലോർ. അവിടെ നമുക്ക് അതിൻ്റെ ഒരു മ്യൂസിക് ഉണ്ട്, ഒഫീഷ്യൽ മ്യൂസിക്. അതിട്ടിട്ട് ഡാൻസ് ചെയ്യാനുള്ളൊരു സംവിധാനമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. നല്ല ഭംഗിയിൽ എല്ലാം നല്ല പ്രീമിയം ലുക്കിലാട്ടോ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. എപ്പോഴും പറയുന്ന പോലെ ഒന്നിലും ഒരു ഒപ്പിക്കൽസും ഇല്ല, എല്ലാം നല്ല അടിപൊളിയാണ്. അപ്പോൾ ഈ മഡ് ഫെസ്റ്റിവലിൻ്റെ ഒരു പ്രാധാന്യമൊക്കെ നമുക്ക് അവിടെ നിന്ന് ശരിക്കും മനസ്സിലാവും. അപ്പോൾ അവിടെയും കൂടിയും കുറച്ച് നേരം ഇങ്ങനെ ചുറ്റി നടന്നു നമ്മളങ്ങനെ മ്യൂസിയത്തിൽ നിന്ന് ഇറങ്ങിയിട്ടോ. അവരോട് യാത്രയൊക്കെ പറഞ്ഞു പോന്നു. ഇന്ന് രാത്രിക്കൊക്കെ എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഒരു ഫേസ് മാസ്ക് തന്നിട്ടുണ്ട് കേട്ടോ. ഇതാരാ ഈ ബാക്കിലിരിക്കണാരാ? ജാഹിദ് ഭായി ആയിരുന്നോ? ഓഹോ, അതാണ്. അപ്പോൾ ഇന്നത്തെ മെയിൻ പരിപാടികൾ ഇവിടെ അവസാനിക്കാം കേട്ടോ. ഇന്ന് ശരിക്കും പാരാഗ്ലൈഡിങ്ങും കൂടി ഉണ്ടായിരുന്നു, പക്ഷേ ക്ലൈമറ്റിൻ്റെ ചെറിയ പ്രശ്നം കൊണ്ട് അത് നാളത്തേക്ക് വെച്ചു. നാളെ നടക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നേരെ നമ്മൾ ഹോട്ടലിലേക്ക് പോവാണ്. അടുത്ത എവിടെ ഒരു ഹോട്ടലിലാണ് നമുക്ക് സ്റ്റേ സെറ്റാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതാ നമ്മൾ ഹോട്ടലിൻ്റെ മുമ്പിൽ എത്തിട്ടോ. വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു. ഈ ഹോട്ടലിലാണ് കേട്ടോ നമ്മൾ താമസിക്കുന്നത്. ഹൻഹ റിസോർട്ട്സ് എന്തോ ഒരു പേര്. അങ്ങനെ നമ്മൾ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്ത് ലിഫ്റ്റിൽ മുകളിലേക്ക് വന്നു. 7ാമത്തെ നിലയിൽ 724 നമ്മളെ റൂം കേട്ടോ. ഇതെന്തുവാണ്? പഴയ മോഡൽ ഫോണാണ് കേട്ടോ. അവിടെ ഒരു ബെഡ്റൂം, പിന്നെ ഇതാ ഇവിടെ ഒരു സ്പേസ് ഉണ്ട് ഇങ്ങനെ. പിന്നെ ഇവിടെ ചെറിയ റൂമുണ്ട് കേട്ടോ. ഫ്ലോറിൽ കിടക്കണം, കട്ടിലില്ലാത്ത പരിപാടിയാണ്. പിന്നെ ഇതാ ഇവിടേക്ക് ഇങ്ങോട്ടൊരു ബാൽക്കണി ഉണ്ട്. ബാൽക്കണിയിൽ എന്താണ് സംഭവം? സെറ്റാണല്ലോ, അടിപൊളി വ്യൂ ആണ്. ആ ഭാഗത്തേക്ക് നല്ല പാടങ്ങളൊക്കെയാണ്. സെറ്റ്. ഓപ്പോസിറ്റ് നമ്മളിപ്പോൾ കുറേ നേരം കളിച്ചില്ലേ, ആ ബീച്ചാണ് അങ്ങോട്ട്. അടിപൊളി.
ബെന്നി വെള്ളം കൊണ്ടുവന്നാ നമ്മളെ സ്നേഹിച്ചിട്ട് കൊല്ലുകയാണല്ലോ ബെൻ കൊണ്ടുവന്നാന്ന് പറഞ്ഞപ്പോഴേ ബന്നി കൊണ്ടുവന്നു പറഞ്ഞിട്ട് ബന്നി ഇന്നാൻ വേണ്ടി ഓടി വന്നേക്കാണ്. എന്തായാലും കൊള്ളാട്ടോ, ഭയങ്കര സർവീസാണ്. നമ്മളിങ്ങനെ ഉള്ളം കയ്യിൽ കൊണ്ട് നടക്കുകയാണ്. ഹെവി പ്രീമിയം സർവീസാണ്. ഇനിയിപ്പോൾ അതൊരു 1/4 മണിക്കൂർ സമയമുണ്ട്. 5:30 ആകുമ്പോൾ താഴെ ഹോട്ടലിൻ്റെ ലോബിയിൽ ചെന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവരുടെ ഒരു ശീലമാണ് ബ്രേക്ക്ഫാസ്റ്റ് ഡിന്നർ നേരത്തെ കഴിക്കുന്ന പരിപാടി. അപ്പോൾ 5:30ക്കൊക്കെ ഇവർ ഡിന്നർ കഴിക്കും. അപ്പോൾ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ടാണ് 5:30ക്ക് താഴെ ലോബിയിൽ എത്താൻ പറഞ്ഞത്. നമ്മളങ്ങനെ റൂമിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയിട്ടോ, എന്നിട്ടിപ്പോൾ പുറത്തിറങ്ങിയിട്ട് ഒരു സ്ഥലത്തേക്ക് പോവാണ്. എങ്ങോട്ടാണെന്നറിയോ, ഒരുപാട് കിലോമീറ്റർ ആയിട്ട് ഓടുന്നുണ്ട് കേട്ടോ. അതായത് നമുക്ക് ഡിന്നർ കഴിക്കാൻ ആ ഹോട്ടലിൽ തന്നെ റെസ്റ്റോറൻറ്റ് ഉണ്ട്. പക്ഷെ അതൊരു പ്രീമിയം റെസ്റ്റോറൻ്റ് ആണ്, ഭയങ്കര എക്സ്പെൻസീവ് ആണ്. പക്ഷെ അവിടെ റോ ഐറ്റംസ് ആണ്, ഒന്നും കുക്ക് ചെയ്യൂല. സീ ഫുഡ് ഐറ്റംസ് ഒന്നും കുക്ക് ചെയ്യില്ല, എല്ലാം പച്ചക്കാണ്. അപ്പൊ നമ്മളത് കഴിക്കില്ല എന്ന് പറഞ്ഞത് കൊണ്ട് ഒരുപാട് ദൂരെയുള്ള വേറെ റെസ്റ്റോറൻറ്റിലേക്ക് പോവാണ്. ഇപ്പോൾ കുറെ സമയമായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഹനേറോ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിട്ടോ. ഇവിടെ ഏതോ ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. അങ്ങനെയാണ് തുടക്കത്തിൽ കണ്ട ആ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നമ്മൾ എത്തിയിട്ടോ. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഭക്ഷണം കഴിക്കുന്നത്. തുടക്കത്തിൽ ചെറിയൊരു ബുദ്ധിമുട്ടും മടിയൊക്കെ തോന്നിയിരുന്നെങ്കിലും കഴിച്ചു തുടങ്ങിയപ്പോൾ അടിപൊളിയായിരുന്നു. അവസാനിപ്പിച്ച സമയത്തൊക്കെ നമ്മൾ നല്ല എൻജോയ് ചെയ്തിട്ടാട്ടോ കഴിച്ചത്. ഭക്ഷണം കഴിച്ചതിന് ശേഷം റൂമിലേക്ക് തന്നെ പോയി. നമ്മളങ്ങനെ തിരിച്ചെത്തി. ഹോട്ടലിൽ നല്ലൊരു മഴ ചെയ്തല്ലേ. 충남이 2박 3일으로도 적어 사실은. 지금 바닷가만 보여주지만. ഹലോ, അഷ്റഫ് എക്സൽ തന്നെയാണ് കേട്ടോ. ചെറിയൊരു മാറ്റം വന്നു മാത്രം. ഇതാ ഈ ചെങ്ങായി പറ്റിച്ചാണ് ഇവൻ. താടി മീശയൊക്കെ പോയി. സാറില്ല, നല്ല ലുക്ക് ഉണ്ട്. ലുക്കാണ് നിൽക്കട്ടെ, സാറില്ല. പിന്നെ കുറച്ച് കഴിയുമ്പോൾ വരുമല്ലോ എന്നുള്ള സമാധാനത്തിലാണ് ഞാൻ. എന്തായാലും ഞങ്ങളിപ്പോൾ ഇന്നും ബോറിയോങ്ങിൽ തന്നെയാണ് കേട്ടോ. നമ്മുടെ സ്വന്തം മെഴ്സിഡസ് സ്പ്രിൻറ്റർ വി ക്ലാസ് നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഗൈഡും ഡ്രൈവറൊക്കെ സെറ്റാണ്. നമ്മളിപ്പോൾ ഇറങ്ങാൻ പോവാണ്. ഇന്നെന്താ പ്ലാൻ? ഇന്ന് മഴയാണ് പ്രശ്നം. മഴ നമുക്ക് കുറെ പ്ലാനിങ്, നമുക്ക് സർഫിങ്ങിനുണ്ട്. സർഫിങ്ങിന് മഴയൊക്കെ ഓക്കെയാണ് തോന്നുന്നു. പക്ഷെ ഇന്ന് കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ നമ്മളെ പാരാഗ്ലൈഡിങ് കുറച്ച് പ്ലാൻസ് ഉണ്ട്. അവരുടെ ഐറ്റിനറിയാണ്, നമ്മൾ അതിനനുസരിച്ച് ഇങ്ങനെ പോകുന്നു. ചുമ്മാ വണ്ടി കയറി സമയമാകുമ്പോൾ ഫുഡ് കഴിക്കുന്നു. നമ്മൾ ഇവിടുത്തെ പ്രൊവിൻസ് ഡയറക്ടർ പറഞ്ഞു വെച്ചാൽ നിങ്ങളൊരു 5 ദിവസം വരണേ, വലിയൊരു പ്രൊവിൻസ് ആണ് ഇത്. നമ്മള് 3 ദിവസം നമ്മൾ അവസാന സമയത്ത് ജസ്റ്റ് കുറച്ച് 3 ദിവസത്തേക്ക് മാത്രമേ പറഞ്ഞുള്ളൂ. എന്തായാലും നമ്മൾ പറയുന്ന അത്രയും ദിവസം കിട്ടും കേട്ടോ. ഇതൊരു അടിപൊളി പരിപാടിയാണ്, എല്ലാവർക്കും ഒന്നും കിട്ടൂല. അതെ അതെ. പിന്നെ പ്രമുഖ വ്ളോഗർ ആവണം, ഒരു ഇൻഫ്ലുവൻസറുടെ പവർ ഇങ്ങനെ മനസ്സിലാക്കണം. അപ്പോ അങ്ങനെയാണ് പോലെ. അപ്പോൾ നമ്മളെ വണ്ടി സ്റ്റാർട്ടാക്കി നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കാം കേട്ടോ. ഞാൻ കുറെ പ്രാവശ്യം ഈ ഡോർ ക്ലോസ് ആണെന്ന് ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കാണുന്നത്. അടിപൊളി പോലെ വലിയ ഡോറാണ്. ഒരു 3 പേർക്ക് സുഖമായിട്ട് ഒരുമിച്ച് കയറാം അല്ലേ. കുറച്ച് ദൂരം പോകുന്നതിന് ശേഷം നമ്മളിപ്പോൾ ഒരു ടണലിൽ കയറിട്ടോ. ഈ ടണല് ഞാനിപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ ഫോണിൽ നോക്കുമ്പോഴാണ് ഇത് ശ്രദ്ധിക്കുന്നത് കേട്ടോ. ഇത് കടലിൻ്റെ അടിയിൽ കൂടിയാണ് പോകുന്നത്. ഇപ്പോൾ വെള്ളത്തിൻ്റെ അടിയിൽ കൂടിയാണ് കേട്ടോ ഈ ടണല് പോകുന്നത്. കണ്ടോ, ഞാൻ ഈ ഡ്രൈവർ വെച്ചിട്ടുള്ള ഈ ഫോണിലെ ലൊക്കേഷൻ കണ്ടപ്പോഴാണ് അതിൻ്റെ നീല കളറിൽ നോക്കിയത്. അപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞാണത് കടലിൻ്റെ അടിയിൽ കൂടിയാണ്. 2 കിലോമീറ്ററിന് മുകളിൽ ലെങ്ത് ഉണ്ട് ഈ ടണല്. അത് ഫുള്ള് വെള്ളത്തിൻ്റെ അടിയിൽ കൂടിയാണ്. ശരിക്കും നമ്മുടെ നാട്ടിൽ കൂടി പോകുന്ന പോലെയുള്ളൊരു ഭൂപ്രദേശമൊക്കെ തന്നെയാണ് കേട്ടോ. ഇവിടെയൊക്കെ ഇറങ്ങി നടക്കണമെന്നുണ്ട്, പക്ഷെ മഴ പെയ്യാണ്. ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചപ്പോ ബെന്നിന് തന്നെ അറിയില്ല. അതല്ല, മറ്റേയാളോട് ചോദിക്കട്ടെ എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് പ്രത്യേകിച്ച് വല്ല പ്ലാൻ ഉണ്ടെങ്കിൽ പറഞ്ഞോ. എന്തായാലും ഓരോ സ്ഥലത്തെത്തുമ്പോഴും ആ സ്ഥലത്തുള്ള ഗവൺമെന്റിന്റെ ഒരു പ്രതിനിധി ഉണ്ടാവും കേട്ടോ നമ്മുടെ കൂടെ. അപ്പോ ഇന്നത്തെ ആളാരാന്ന് അറിയില്ല. ഇന്നലെ ഉണ്ടായിരുന്ന ആള് ഇന്ന് ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം വന്നിട്ടുള്ളൂ ഇന്നത്തെ പ്ലാൻ എന്താന്നുള്ളത് അറിയാം. ശരിക്കും ഒരു ഐറ്റിനറി ഉണ്ട്, പക്ഷെ കാലാവസ്ഥ മാറുമ്പോൾ നമുക്ക് കറക്റ്റ് ഐറ്റിനറി ഫോളോ ചെയ്യാൻ പറ്റില്ല. എന്തായാലും നോക്കട്ടെ. ഇവരിപ്പോ ഇങ്ങനെ പോകുന്നുണ്ട്. നമുക്ക് ഇങ്ങനെ പുറത്തെ കാഴ്ചയൊക്കെ കണ്ടിരിക്കാണ്. നല്ല രസമുണ്ട്. കോട മൂടിയിട്ടുണ്ട്, മഴ പെയ്യുന്നുണ്ട്. ഒരു സൈഡിൽ ഫുള്ള് കടലാണ്. ആ ഭാഗത്ത് മത്സ്യകൃഷിന്റെ ഈ കുളങ്ങളൊക്കെ കാണാനുണ്ട്. സംഭവം ഇപ്പോഴാണ് നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയ കേട്ടോ. ഇതൊരു തീറ്റ ട്രിപ്പാന്ന് തോന്നുന്നുണ്ട്. അവിടുന്ന് ഇപ്പോൾ ഒരു യമണ്ടൻ മെനു ഉള്ള ബുഫെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചേ ഉള്ളൂ കേട്ടോ നമ്മളെ ഹോട്ടലിൽ താമസിച്ച റിസോർട്ടിൽ നിന്ന്. ഇപ്പം എത്ര മിനിറ്റ് ആയി? 1 മണിക്കൂറായോ? അത് കഴിഞ്ഞിട്ട് ഒരു 1/2 മണിക്കൂർ ആയിട്ടുള്ളൂ. അപ്പോഴത്തേക്ക് ഒരു കഫേയോ എന്തോ ഉണ്ട്, അവിടെ കൊണ്ടു നിർത്തിയിട്ട്
ടീ ടൈം മാത്രമേ, കോഫി ടൈം. അതായത് ഭായി കഷ്ടപ്പെട്ട് കഴിക്കന്നെ അല്ലേ? ഇത് എനിക്ക് അവര് നിർബന്ധിക്കുമ്പോ ഫുഡ് ട്രിപ്പാന്ന് തോന്നുന്നു. ഫുഡ് ടൂർ. ഇപ്പൊ നമ്മൾ എത്തിയത് ഒരു ചെറിയ ഐലൻഡിലാത്ര കേട്ടോ. ഐലൻഡാണ്. ഇവിടെ അറിയാലോ ഒരുപാട് ഐലൻഡ്സ് ഉണ്ട് ഈ കൊറിയയിൽ, സൗത്ത് കൊറിയയിൽ. കണ്ടോ നമ്മളിപ്പോൾ ഈ റോഡിന് ഇങ്ങോട്ട് കയറി വന്നു കേട്ടോ. അവിടെ ചെറിയ ചെറിയ ഒരു ഫിഷിംഗ് ബോട്ടൊക്കെ കാണുന്നുണ്ട്, ചെറിയൊരു ഹാർബർ പോലത്തെ സംവിധാനം, ചെറുതാണ് കേട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ ഡ്രൈവർ. നിങ്ങൾ കൊറിയൻ സിനിമകളിലൊക്കെ കണ്ടിട്ടില്ല അങ്ങനത്തെ ആൾക്കാരെ, മരണ ലുക്കുള്ള ഒരു ഡ്രൈവറും. അല്ല മിനിമം അത്രയെങ്കിലും ലുക്കുള്ള ഡ്രൈവർ നമുക്ക് വേണമല്ലോ അല്ലേ? ഹായ്. കറക്റ്റ് വണ്ടിക്ക് മാച്ച് ചെയ്യുന്ന ആളിനെ കേട്ടോ അല്ലേ? നല്ല സൂപ്പർ ക്യാരക്ടറാണ് കേട്ടോ, അടിപൊളിയാണ്. നമ്മളിങ്ങനെ ചെല്ലുമ്പോഴത്തേക്ക് ഓരോന്നിങ്ങനെ ശരിയാക്കി തരും. ഹായ് ബെൻ. ഇദ്ദേഹമാണ് ബെൻ, നമ്മളെ ഈ സ്ഥലങ്ങളൊക്കെ കൂട്ടിക്കൊണ്ടുപോയി കാണിച്ചു തരുന്ന ആള്. ഇതൊരു കഫേ ആണ് കേട്ടോ. ഇവിടെ എന്തൊക്കെയോ ഐറ്റംസ് ഉണ്ട്, ഇതിന്റെ പേരൊന്നും നമുക്ക് അറിയില്ല. ഇവന്മാര് വേണ്ടാന്ന് പറഞ്ഞിട്ട് സമ്മതിക്കുന്നില്ല. ഇവിടെ വന്നിട്ട് ഇതൊക്കെ ടേസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് നിർബന്ധിക്കുവാണ്. അപ്പൊ കോഫിയും ടീയും പിന്നെ എന്തോ ഒരു സൺസെറ്റ് എയ്ഡ് എന്ന് പറഞ്ഞിട്ട് സംഭവമുണ്ട്. അത് ഒരു പേരിട്ടായിരിക്കും, ഇവരുടെ സിഗ്നേച്ചർ ഐറ്റം ആണ് അത്രേ. അപ്പോൾ ജസ്റ്റ് നമ്മൾ അതൊന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട്. ജ്യൂസ് പോലത്തെ എന്തോ സംഭവമാണ്. ഇതിലേതെങ്കിലുമൊക്കെ കഴിക്കണം എന്ന് നിർബന്ധിക്കുന്നുണ്ട്. നമുക്ക് നോക്കി നോക്കാം. കഴിക്കാൻ പറ്റിയ ഒരവസ്ഥയിലല്ല സത്യത്തിൽ. റൂഫ് ടോപ്പിൽ നല്ല വ്യൂ ആണ് അത്രേ. എന്നാൽ പിന്നെ വ്യൂ കുറക്കണ്ട. ടേക്ക് മീ ടു ദ ഓഷ്യൻ. കടലിലേക്കാണ് കൊണ്ടുപോകുന്നത്. അത് ശരി, കൊള്ളാട്ടോ. ഇതെന്താ എഴുതിക്കുന്നത്? ബൈത്താ. കണ്ടോ ഇവിടുന്ന് ഒരു ബോട്ട് ജെറ്റി കാണാൻ കേട്ടോ, നല്ല ഭംഗിയുണ്ട്. താഴത്ത് നമ്മൾ ഡ്രൈവർ കൈവീശി കാണിക്കുന്നുണ്ട്. ഇവിടെ ഒരു ലോണൊക്കെ ഉണ്ട്, കടലിലേക്ക് ഇങ്ങനെ ഇറങ്ങുന്നത് പോലെ കേട്ടോ. ഈ ഭാഗത്തേക്ക് ഇങ്ങനെ വരുമ്പോൾ വീണ്ടും വിശാലമായ കടലാണ് കേട്ടോ. ഓപ്പൺ സീ കാണാൻ പറ്റുന്നുണ്ട്. കണ്ടോ അങ്ങോട്ട് കടലാണ്. ഇവർ വീണ്ടും കയറിപ്പോയല്ലോ. ഏറ്റവും ടോപ്പിലേക്ക് പോകാൻ പറ്റും. എന്ത് ഭംഗിയായിട്ടാ ഒരു ഊഞ്ഞാൽ സെറ്റ് ചെയ്തേക്കണത് അറിയോ? അത് ആടാനുള്ള ഊഞ്ഞാലിനല്ലേ? അങ്ങോട്ട് പോകുന്നതിന് അതായത് ഓവറായിട്ട് പോകാതിരിക്കാൻ വേണ്ടി ലോക്ക് ഇട്ടേക്കാം കേട്ടോ. നോക്ക് എന്ത് രസമാണ്. ഏറ്റവും ടോപ്പിൽ ഇങ്ങനെ ഒരു പുൽത്തകടി പോലെ സംഭവം, പ്ലാസ്റ്റിക് മാറ്റാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടേ. സൈഡിലൊക്കെ കല്ലൊക്കെ ഇട്ടിട്ട്, അത് ഈ ഗ്ലാസ് ആയതുകൊണ്ട് അടുത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. കണ്ടോ നടുവിൽ ഇങ്ങനെ ഒരു സൂപ്പർ ഒരു ഊഞ്ഞാൽ, നല്ലൊരു ഫ്രെയിമൊക്കെ സെറ്റ് ചെയ്തിട്ട്. ഞാൻ താഴത്തേക്ക് എത്തിയപ്പോഴത്തേക്കും ഇവിടെ എല്ലാം സെറ്റാണ് കേട്ടോ. നോക്കിയേ, ഈ കഫേയിൽ ഇരുന്ന് കഴിക്കുന്ന ഒരു സ്ഥലം നോക്ക്. അങ്ങോട്ട് നല്ല വ്യൂ അല്ലേ? വൺസാൻ ഐലൻഡ് ബ്രെഡ്. വൺസാൻ ഐലൻഡ് ബ്രെഡ്. ഈ ഐലൻഡിന്റെ പേരിൽ തന്നെ ഉള്ളത് ബ്രെഡാണ് കേട്ടോ. അത് നമുക്ക് എന്തായാലും ടേസ്റ്റ് ചെയ്യാം. ഇതാണ് സൺസെറ്റ് സിഗ്നേച്ചർ ഐറ്റം. ഓക്കെ സൺസെറ്റ് ഐറ്റ്. അതായത് ഇതിന്റെ ഈ കളർ കണ്ടോ, സൺസെറ്റിന്റെ സമയത്തുള്ള കളർ ആയതുകൊണ്ടായിരിക്കും ആ ഒരു പേര് വന്നേക്കുന്നത്. അതായത് ഭായി ട്രൈ ചെയ്തോ? ഒന്നും പറഞ്ഞില്ലേ? വേണ്ട. അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് അതിന് മാത്രം. ഇനിയിപ്പോ ലഞ്ചിനാവും. അതെ ലഞ്ചിന് വേണ്ടിട്ട് റെഡി ആയിട്ട് വെയിറ്റ് ചെയ്യാം. ഇത് കഴിക്കാൻ എന്തായാലും ടേസ്റ്റ് ചെയ്ത് പറയാത്ത അവരൊക്കെ ഹോട്ട് ചോക്ലേറ്റും ഞാൻ സൺസെറ്റ് എയ്ഡും കുടിച്ചുകൊണ്ട് ഞങ്ങൾ കുറേ നേരം സംസാരിച്ചിരുന്നു കേട്ടോ. പുറത്തെന്തായാലും ചെറിയൊരു മഴ പെയ്യായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഓരോ കാര്യങ്ങളൊക്കെ ഇവിടുത്തെ ടൂറിസവുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചിട്ടോ. നമ്മുടെ കിം ചേട്ടൻ ഇവിടുത്തെ ടൂറിസം ഡയറക്ടറാണല്ലോ. അദ്ദേഹത്തിന് ഇംഗ്ലീഷ് അറിയില്ല, പക്ഷേ അദ്ദേഹം കൊറിയൻ ലാംഗ്വേജ് സംസാരിക്കും. ബെന്നാണ് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരുന്നത്. അങ്ങനെ സംസാരിച്ച് ഇരിക്കുന്ന സമയത്തേക്ക് പിന്നെ മഴയൊക്കെ പോയി ചെറുതായിട്ട് വെയിൽ വന്നപ്പോൾ ജസ്റ്റ് പുറത്തിറങ്ങി. ഈ കഫേയിൽ ഇപ്പോൾ അധികം തിരക്കൊന്നുമില്ല കേട്ടോ, കുറച്ച് ആൾക്കാരേ ഉള്ളൂ. ഇതൊരു സൺസെറ്റ് കഫേയാണ് ആക്ച്വലി. വൈകുന്നേരം സൺസെറ്റ് കാണാനാണ് ആൾക്കാർ ഇവിടെ വന്നിരിക്കുക. ബ്രിങ് മീ ദ സൺസെറ്റ് ഇൻ എ കപ്പ് എന്നവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതാരോ പറഞ്ഞാൻ തോന്നുന്നുണ്ട് കേട്ടോ പണ്ട്. ആരോ പറഞ്ഞല്ല കേട്ടോ, അതൊരു കവിതയാണ്. സൺസെറ്റ് കാണുന്നതിൻ്റെ ആനന്ദം അതിൻ്റെ എല്ലാ ആകർഷണീയതയോടെയും അവതരിപ്പിക്കുന്ന പ്രശസ്ത അമേരിക്കൻ കവയത്രി എമിലി ഡിക്കൻസന്റെ ഒരു കവിതയാണത്. ഓക്കെ, നമ്മൾ ഇവിടുന്ന് പുറപ്പെടുകയാണ് കേട്ടോ. ഇപ്പോൾ അത്യാവശ്യം നല്ലൊരു കാലാവസ്ഥ കേട്ടോ, ചെറിയൊരു വെയിലൊക്കെ ഉണ്ട്, മഴ പോയി. അപ്പോൾ അദ്ദേഹം പോവാണ്. ഇനി അടുത്ത പ്രാവശ്യം കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എന്തായാലും വീണ്ടും മീറ്റ് ചെയ്യും. ഓക്കെ, ഓക്കെ, ബൈ. വണ്ടിയിൽ വന്ന് കയറിയപ്പോൾ കണ്ടോ, ഞങ്ങൾ ഓരോരുത്തരുടെ സീറ്റിൽ ഓരോ 2 പാക്കറ്റ്സ് ഇരിക്കും കേട്ടോ. നമ്മുടെ കൂടെ ഈ പ്രോവിൻസിലെ വേറൊരു ഇവിടുത്തെ സർക്കാരിന്റെ ഒരു പ്രതിനിധിയാണ്, ഒരു ചേച്ചി ഉണ്ടായിരുന്നേ. അവർ കൊണ്ടുവച്ചിരിക്കട്ടെ. എന്തോ ഒരു സ്വീറ്റ് സംഭവമാണ്, പിന്നെ ഒരു ഡ്രിങ്ക് ഉണ്ട്, പിന്നെ കേക്കൊക്കെ പോലത്തെ എന്തോ സംഭവം ഉണ്ട്, കുറെ ചോക്ലേറ്റ്സ് ഉണ്ട്. 2 പാക്കറ്റ്. നമ്മൾ വെറുതെ വണ്ടി വന്ന് കയറിയപ്പോൾ ഇവിടെ ഇരിക്കുന്നുണ്ട്.
എന്ത് ഇനി ഫുഡ് കഴിക്കാനോ? കുറച്ച് 1.5 മണിക്കൂർ ഓട്ടമില്ലേ? എന്റെ മോനെ വയ്യാട്ടോ, ഇനി ഫുഡ് കഴിക്കാൻ പോത്രേ. അതായത് ഫുഡ് കഴിക്കാൻ ചുമ്മാ തമാശ പറഞ്ഞായിരിക്കും ചിലപ്പോ. ഇതെന്താ വേറെ പണിയൊന്നുമില്ലേ? എന്തായാലും 1.5 മണിക്കൂർ റണ്ണിങ് ടൈം ഉണ്ട് കേട്ടോ അടുത്ത സ്ഥലത്തേക്ക്. ഇന്ന് കുറച്ച് പരിപാടികളുണ്ട്. അവിടുന്ന് ആ പാലം കടന്നിട്ട് നമ്മൾ പുതിയൊരു ഐലൻഡിലേക്ക് കടന്നു കേട്ടോ. അതിനുശേഷം ഒരു 1.5 മണിക്കൂറോളം സമയം നമ്മൾ ട്രാവൽ ചെയ്തു. ഇവിടെ ഒരു ബീച്ച് സൈഡാണ് കേട്ടോ. ഇവിടെ നമ്മുടെ ബെൻ ബ്രോ ഫോണിലെന്താ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചോദിച്ചു നോക്കാം എന്താ പരിപാടി എന്ന്. ഇപ്പോൾ ഇതാ ഇവിടെ ഒരു ഹെലികോപ്റ്റർ കിടക്കുന്നുണ്ട് കേട്ടോ. പഴയ ഒരു ഹെലികോപ്റ്റർ എന്തോ സംഭവമാണ്. നമ്മൾ അവിടെ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അവരൊക്കെ അങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ. എന്നെ വിളിച്ചു. ഇനിയും ഫുഡ് കഴിക്കാനാണ് പോകുന്നുണ്ട് വെച്ചെങ്കിൽ ഞാൻ ഇറങ്ങി ഓടും കേട്ടോ. ഫുഡ് തന്നെയാണോ എപ്പോഴും? എടാ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് മതി. ഇവർ വക്തിന് കഴിക്കുന്ന ടൈംസാണ്, അതായത് സമയത്തിന് കഴിക്കുന്ന ടൈംസാണ്. ഒരു അരമണിക്കൂർ ലേറ്റ് 12 മണിക്ക് കഴിക്കണ്ടേ, 12:30. അമ്പോ ഇപ്പൊ ഇന്നിപ്പോ വേറൊന്നും നടക്കില്ല കേട്ടോ. സംഭവം നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഇതൊരു ഫുഡ് ടൂറായി മാറിയിട്ടുണ്ട് കേട്ടോ. ഇവരിവിടെ മെനു നോക്കുന്നുണ്ടേ. ഇതെന്താണ് ഐറ്റംസ് നമുക്ക് നോക്കി നോക്കാം. ഇതാ മിക്ക റെസ്റ്റോറൻറ്റിലും ഇംഗ്ലീഷിൽ എഴുതിണ്ടാവില്ല കേട്ടോ. വെറും കൊറിയൻ ഭാഷയിൽ മാത്രമേ മെനു എഴുതുള്ളൂ. ഷാഹിദ് ഭായ് പിന്നെ ഉറക്കൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ സെറ്റായി റെഡി ആയി നിൽക്കണം. ഇതാണ് കേട്ടോ നമ്മുടെ റെസ്റ്റോറൻറ്റ്. അതിൻ്റെ മുമ്പിൽ കണ്ടോ 2 സംഭവങ്ങൾ നിൽക്കുന്ന കണ്ടോ. ഇത് മീൻ ഉണക്കാനില്ലാത്ര. മീൻ ഇവരുടെ പർപ്പസിന് വേണ്ടിയിട്ടായിരിക്കും അല്ലേ, ഈ റെസ്റ്റോറൻറ്റിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്. ആ ഓക്കെ 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 3 സ്റ്റെപ്പായിട്ടാണല്ലേ. ഇതിങ്ങനെ അടച്ചു വെക്കുവാനും പറ്റും, വേണമെങ്കിൽ മുകളിലും വെക്കാം അല്ലേ അല്ലേ? ആ ഓക്കെ ഓക്കെ. ഓ ശരിയാണ് ശരിയാണ്. കണ്ടോ ഈ കാര്യം വരെ ഇവരെത്ര പെർഫെക്റ്റ് ആയിട്ടാണ് ഡീൽ ചെയ്യുന്നത് നോക്കിയേ. അപ്പോൾ അതാ നമ്മുടെ ഫുഡ് റെഡി ആയിട്ടുണ്ട്, നമുക്ക് അകത്തേക്ക് പോവാം. നമ്മളിങ്ങനെ ഫുഡ് ഇപ്പോൾ വേണ്ട വിശക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് തോന്നുന്നുണ്ട് ഇപ്രാവശ്യത്തെ ഫുഡ് അവർ ഇച്ചിരി ആർഭാടം കുറച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല, ഒരുപാടൊന്നും ഭീകര മെനു അല്ല. നമുക്ക് സ്പെഷ്യലായിട്ടുള്ളത് ഒരു ഫിഷാട്ടോ. ഒരു ഫിഷല്ല, പല വെറൈറ്റി ഫിഷസ് ഇട്ട്. അതായത് ഇവരുടെ ഒരു മീൻ പൊരിക്കുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ജസ്റ്റ് നേരത്തെ കണ്ടില്ലേ നമ്മൾ പുറത്തൊരു തട്ട്, അതിൻ്റെ പുറത്ത് ജസ്റ്റ് ഒന്ന് വെച്ച് വെയിൽ കൊള്ളിക്കും കേട്ടോ. അതിന് ഒരു ഉണക്കമീൻ്റെ ചെറിയൊരു സ്മെല്ലുണ്ടാവും. എല്ലാ ആൾക്കാർക്കും അത് ഇഷ്ടപ്പെടണമെന്നില്ല, പക്ഷേ എനിക്കതിൻ്റെ ടേസ്റ്റ് വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല. ഷാഹിദ് ഭായിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. ഷാഹിദ് ഭായിക്ക് എനിക്ക് തോന്നുന്നു നാട്ടിൽ നിന്ന് ഉണക്കമീൻ തീരെ ഇഷ്ടമല്ലാന്ന് തോന്നുന്നുണ്ട്. പക്ഷെ വേറൊരു കാര്യം, ഇപ്പൊ ഈ മാന്തൽ മീനിന്റെ ഒരു പീസ് കഴിച്ചിട്ട് ബെന്നിന്റെ എക്സ്പ്രഷൻ കണ്ടിരുന്നു. ഇത് കണ്ടോ വഴുതനങ്ങ, ക്യാരറ്റ്, സവാള ഇത് വെച്ചുണ്ടാക്കിയ ഒരു അടിപൊളി സാധനം കേട്ടോ. ഇതാണ് ഇപ്പോൾ നമുക്കിവിടെ ഏറ്റവും നന്നായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം. പക്ഷെ നമ്മൾ നല്ല ഫിഷ് കഴിച്ചു കേട്ടോ. ഫിഷ് ഒന്ന് കഴിച്ച് തുടങ്ങിയപ്പോൾ നമുക്ക് വലിയൊരു പ്രശ്നമൊന്നുമില്ല. ദേ ഷാഹിദ് ഭായിൻ്റെ മുഖത്തൊരു നിസ്സഹായാവസ്ഥ. അങ്ങനെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞു കേട്ടോ. നമ്മൾ വന്ന ദിവസം കണ്ടില്ലേ എല്ലാ കടകളിലും ഇങ്ങനത്തെ ആ ഒരു കോഫി പോലത്തെ സംഭവം നമുക്ക് ഫ്രീ ആയിട്ട് എടുത്ത് കുടിക്കാന്ന് പറഞ്ഞല്ലേ, ആ സംഭവം ഇവിടെ ഉണ്ട്. ഇതും നമ്മൾ എല്ലാ ഷോപ്പിലും എല്ലാ റെസ്റ്റോറൻറ്റിലും കാണുന്നുണ്ട്. കുറച്ച് മിഠായികൾ ഇരിപ്പുണ്ടാവും, നമുക്ക് ആവശ്യത്തിന് എടുത്തിട്ട് കഴിച്ചിട്ട് പോകാൻ പറ്റും. ഈ റെസ്റ്റോറൻറ്റില്ലേ ഈ ഏരിയയിലെ ഏറ്റവും ഫേമസ് റെസ്റ്റോറൻ്റ് ആണ് അത്രേ. അപ്പോൾ ആ ഫിഷ് ഫ്രൈ ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇവിടുത്തെ ഏറ്റവും ഫേമസ് സംഭവമാണ് ഈ നാട്ടിലത്തെ. ഞങ്ങൾ വന്നപ്പോൾ ഇത് നാട്ടുപ്രദേശം പോലത്തെ സ്ഥലമാണ്, പക്ഷെ എന്നിട്ട് നിറച്ച ആൾക്കാർ റെസ്റ്റോറൻറ്റിൽ. ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നു ടേബിൾ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ സംഭവം അതാണ്. നമ്മളിനി സർഫിങ്ങിന് പോവാൻ കേട്ടോ, കടലിലേക്ക് സർഫിങ്ങിന് പോവാണേ. നല്ല വയറ് നിറച്ച് ഫുഡ് കഴിച്ചിട്ട് ചെയ്യാൻ പറ്റിയ നല്ല പരിപാടിയാണ്. ഞാനൊരു മിഠായി എടുത്തു. മിഠായി വെച്ച പാത്രത്തിൽ വേറെ സാധനം ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ നാട്ടില് റെസ്റ്റോറൻറ്റിലൊക്കെ മൗത്ത് ഫ്രഷ്നർ വെക്കൂലേ, അതുപോലത്തെ സാധനമാണ്. ഞാനൊരു പാക്കറ്റ് അത് എടുത്തു. ഇവിടെ വന്നപ്പോഴാണ് ഇത് ഗ്രീൻ ടീ ആണ്, ചായപ്പൊടി. ഗ്രീൻ ടീ എഴുതിയിട്ടുണ്ട് കൊറിയൻ ഭാഷയിൽ. ഇത് ആർക്കും മനസ്സിലാവാനാണ്? നിങ്ങളൊക്കെ എടുത്തിട്ടുണ്ടാവും, മിണ്ടാത്തോണ്ടായിരിക്കും ഇപ്പൊ അബദ്ധം പറ്റിയപ്പോ. ഏതായാലും ഇരിക്കട്ടെ അല്ലേ ഒരു ഗ്രീൻ ടീ. ബന്നിപ്പോ അപ്പൊ നമ്മള് അടുത്ത ബീച്ചിൽ എത്തിട്ടോ. ബീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതാണ് സർഫിങ്ങിന് പറ്റിയ ഏരിയ. അതാ മല്ലിപ്പോ സർഫിംഗ് സ്കൂൾ. ഇവിടെ ഈ കാണുന്ന സാധനങ്ങളുണ്ടല്ലോ, അവിടെയൊക്കെ സർഫിങ്ങിന്റെ പരിപാടി തന്നെ കേട്ടോ.
സർഫിംഗ് സ്കൂള് പഠിപ്പിക്കുന്ന പരിപാടിയാണ്. നമ്മളെ സർഫിംഗ് പഠിപ്പിക്കാടാ. നിനക്കറിയോ? ഇതൊരു ഡ്രസ്സല്ലേ? Beach you guys are visiting today is called the Malipo. It's located at the west side of Korea. It's pretty much the only surfing spot in west side of Korea. So the water temperature is like colder than you guys expect. You guys are good to go. Is that clear? Thank you. All right, I made this ready for you. You guys can sesh. ആരും ചിരിക്കരുത്. ഇതേ നമ്മളിപ്പോ സർഫിംഗ് റെഡി ആയിട്ടോ. വയറൊക്കെ കാണുന്നുണ്ട്, വേറെ മാർഗമൊന്നുമില്ല. എന്നാൽ തന്നെ ഞാൻ കുറെ ശ്വാസമൊക്കെ പിടിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടോ ഇങ്ങനെ നിൽക്കുന്നത്. ശ്വാസം വിട്ട് കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരും. അതൊക്കെ പോട്ടെ. നമുക്കപ്പോ ലൈഫിലെ ഫസ്റ്റ് ടൈം ആയിട്ട് നമ്മൾ സർഫിംഗ് എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ്. ഒന്നും അതിനെ കുറിച്ച് അറിയില്ല. നൈസ് ബോഡി നമ്മളെ കളിയാക്കിയതാണ്. ഓക്കെ, നമ്മളെ പേഴ്സും സംഭവങ്ങളൊക്കെ നമുക്ക് വണ്ടിയിൽ വെച്ചിട്ട് പോവാം. ഓക്കെ, അവിടെ ഇരിക്കട്ടെ. അപ്പൊ പോയി നോക്കാട്ടോ എന്താ പരിപാടി എന്നുള്ളത്. എന്തായാലും ഇതൊക്കെ നമ്മളൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണല്ലോ. ഇങ്ങനെ ചാൻസ് കിട്ടിയിട്ട് ചെയ്യാതിരിക്കണം, മോശമല്ലേ? ഓക്കെ, ഇതിന്റെ മുകളിലിടണം. അടിപൊളി. ഇത് ഇവരുടെ ആളുകളെ തിരിച്ചറിയാൻ വേണ്ടിട്ടാണ്, നമ്മുടെ ഈ ഗ്രൂപ്പിനെ തിരിച്ചറിയാൻ വേണ്ടിട്ടാണ്. അത് സംഭവം അവരുടെ പേരുണ്ട് MLP മുല്ലപ്പൂ സർവീസ്. അല്ല, മുല്ലപ്പൂ മല്ലിപ്പൂ. അതൊക്കെ ചോറി ഇത് കുറെ ആൾക്കാർ ഇട്ടായിരിക്കൂലേ. അപ്പൊ നമ്മൾ ബീച്ചിലേക്ക് ഇട്ടാ. ഇത് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. അയ്യോ, കാറ്റടിച്ചിട്ട് ഈ സാധനം എനിക്ക് ബാലൻസ് ചെയ്യാൻ പറ്റില്ല. അന്തരീക്ഷം ക്ലിയർ അല്ല കേട്ടോ, ഫോഗിയാണ്, ദൂരത്തേക്കൊന്നും കാണുന്നില്ല. നമ്മുടെ ട്രെയിനർ ആള് അടിപൊളിയാണ് കേട്ടോ. കടൽ തീരത്തെത്തിയതിന് ശേഷം സർഫിംഗ് ബോർഡ് താഴെ വെച്ചിട്ട് അതിൻ്റെ ഓരോ ഭാഗങ്ങളും അവയുടെ പേരും അതിൻ്റെയൊക്കെ പർപ്പസും പിന്നെ ആദ്യമായിട്ട് സർഫ് ചെയ്യാൻ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള വ്യക്തമായി വിശദീകരിച്ചൊക്കെ അങ്ങനെ കുറേ സമയം ചെലവഴിച്ചു കേട്ടോ. ഈ കടലിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ കടൽ തീരത്ത് കുറേ സമയം നമ്മൾ ചെലവഴിച്ചു. ഇതങ്ങനെ അത്ര പെട്ടെന്ന് ചെയ്യാനൊന്നും പറ്റില്ല, എന്നാലും ജസ്റ്റ് ഒരു നോളേജ് ഇതിനെക്കുറിച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, അത്രേ ഉള്ളൂ. വൈകുന്നേരം വരെ ചെയ്താലും നമുക്ക് അതിൻ്റെ ആ ഒരു സ്റ്റാർട്ടിങ് പോലും കിട്ടാൻ സാധ്യമല്ല, കാരണം ഇതൊക്കെ ഒരുപാട് സമയം എടുത്തിട്ട് പഠിക്കേണ്ട സംഭവമായിരിക്കും. എന്തായാലും ഇപ്പോൾ പറഞ്ഞു തന്നതൊക്കെ വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. ഇപ്പൊ കണ്ടോ, നമ്മളിപ്പോ വന്നപ്പോ ഉണ്ടായിരുന്ന അത്ര പോലും വിസിബിലിറ്റി ഇല്ല കേട്ടോ. ബെൻ വന്നിട്ടുണ്ട്, അപ്പൊ ബെന്നെ ക്യാമറ ഏൽപ്പിക്കാം, അതുകൊണ്ട് കുഴപ്പമില്ല. എന്തായാലും നമുക്ക് അവനവന്റെ ബോർഡ് എടുത്തിട്ട് ഒന്ന് പോയി നോക്കാം. ഇതാ നമ്മുടെ നുഹൈൽ ബ്രോ കരയിൽ വെച്ചിട്ട് തന്നെ പഠിച്ചുകൊണ്ടിരിക്കുക. ഇതുപോലെ നടക്കണ്ടാത്തൊന്നും ഇതൊക്കെ ഈസിയാണ്. തന്നു കഴിഞ്ഞാൽ കടലിൽ പോയി അങ്ങോട്ട് കടലിൽ ഇറങ്ങിയ കാണാം. എന്താണ് സംശയം? എനിക്ക് ആ തെരേന്റെ ഉള്ളിൽ കൂടി പോണം, അങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ. ഞാനും സാഹിബ് ഭായി പ്ലാൻ ചെയ്യുന്ന അറിയോ, ആ തിര ഇങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ മറിയൂലേ, അതിന്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ പോണം. എന്റെ വേക്കിൽ തന്നെ വരണേ. ട്രെയിനിങ് കഴിയുമ്പോഴത്തേക്കിന് അത്യാവശ്യം ക്ഷീണിച്ചിട്ടോ. നമ്മളിനി കടലിലേക്ക് പോകാൻ പോകുന്നത്. കുറച്ച് ദൂരം കടലിലേക്ക് നടന്നിട്ട് പോകണം കേട്ടോ. പിന്നെ അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടുള്ള തിര വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അതായത് നമ്മളെ തള്ളി കരയിലേക്ക് എത്തിക്കാൻ പാകത്തിന് പവർഫുൾ ആയിട്ടുള്ള തിര വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. അങ്ങനെ ഒരു തിര പുറകിൽ കണ്ടു തുടങ്ങുമ്പോൾ നമ്മൾ ഈ സർഫിംഗ് ബോർഡിൻ്റെ മുകളിലേക്ക് കമഴ്ന്ന് കയറി കിടക്കും. അതിനുശേഷം തുഴയാൻ തുടങ്ങും കേട്ടോ. അതായത് തിരക്കൊപ്പം തിര വരുന്ന അതേ ദിശയിൽ കരയിലേക്ക് തുഴയാൻ തുടങ്ങും. അങ്ങനെ ആ തിര നമ്മുടെ തൊട്ടടുത്ത് എത്തുന്ന സമയത്ത് നമ്മൾ ഈ സർഫിംഗ് ബോട്ടിൽ എണീറ്റ് നിൽക്കണം. അതിനൊക്കെ ഓരോ രീതികളുണ്ട് കേട്ടോ. കറക്റ്റ് ആ രീതിയിൽ എണീറ്റ് നിൽക്കണം. എന്നിട്ട് ബാലൻസ് ചെയ്തിട്ട് ഈ തിരയുടെ തള്ളിച്ചയിൽ നമ്മൾ അങ്ങനെ കരയിലേക്ക് എത്തണം. അതാണ് ഇതിൻ്റെ ഒരു രീതി. പക്ഷേ ഈ പറയുന്നത് പോലെ ഒട്ടും സിമ്പിളല്ല. ഫസ്റ്റത്തെ പ്രാവശ്യം നുഹൈൽ ചെയ്തപ്പോൾ അവന് അത്യാവശ്യം നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റി. പിന്നെയും കുറച്ചൊക്കെ നുഹൈലിന് ചെയ്യാൻ പറ്റി. ബാക്കി ഞങ്ങൾ രണ്ടുപേരും ചെയ്തതൊക്കെ കണക്ക് തന്നെയായിരുന്നു. അവിടുന്ന് തുടങ്ങുമ്പോഴത്തേക്കും ബാലൻസ് പോയിട്ട് കടലിലേക്ക് വീഴും. ഈ വീഴുമ്പോൾ നമ്മുടെ കാലിൽ ഒരു കയറ് കെട്ടിയിട്ട് ആ കയറ് ഈ സർഫിംഗ് ബോർഡുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ടാവും കേട്ടോ. നമ്മൾ ഈ കടലിൽ വെച്ചിട്ട് വീഴുമ്പോൾ തിരയിലൊക്കെ പെട്ടിട്ട് ഈ ബോർഡ് നമ്മളിൽ നിന്ന് ഒരുപാട് ദൂരത്തേക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കില്ലേ. അപ്പോൾ അത് അങ്ങനെ വിട്ടു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കാലും സർഫിംഗ് ബോർഡും കൂടി ഒരു കയറ് വെച്ചിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ടാവും. കുറേ സമയം നമ്മൾ ട്രൈ ചെയ്തു. സംഗതി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു, രസകരമായിരുന്നു. പക്ഷേ
നല്ലൊരു സക്സസ്ഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റി എന്നൊന്നും പറയുന്നില്ല. പക്ഷേ ഇതിനെക്കുറിച്ച് നമുക്കൊരു അത്യാവശ്യം നല്ല ധാരണ കിട്ടി. സംഭവം ഭയങ്കര ത്രില്ലിംഗ് ആണോ. നമുക്കിത് അറിയൊന്നുമില്ല. ഫസ്റ്റ് ശരിയാവൂല. നമ്മളെ നുഹൈൽ പ്രോ കുറച്ചൊക്കെ ശരിയാവുന്നുണ്ട് കേട്ടോ. സംഭവം കാണുമ്പോൾ ഭയങ്കര രസമാണ് കേട്ടോ. അത്യാവശ്യം നല്ല പാടാണ്. എനിക്ക് തുടക്കത്തിൽ ഒറ്റ പ്രാവശ്യമാണ് ഏകദേശം ആ ഒരു ഷോറ് വരെ എത്താൻ പറ്റി കേട്ടോ. അതിന് ശേഷം നടക്കുന്നേ ഇല്ല. ഇതിനകത്ത് ഇവർ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. എണീക്കാനൊരു സിസ്റ്റം, ഒരു പ്രത്യേക രീതിയൊക്കെ പറയുന്നുണ്ട്. എങ്ങോട്ട് നോക്കണം, ഓരോ കൈ എവിടെ വെക്കണം, ഓരോ കാലം എവിടെ വെക്കണം എന്നൊക്കെ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. ആ കൺഫ്യൂഷനാകും ആ സമയത്ത്. നമ്മൾ കുറേ പ്രാവശ്യം ട്രൈ ചെയ്താൽ ശരിയാവും. ഇത് ഫസ്റ്റ് ടൈം അല്ലേ. അപ്പോൾ ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യും കേട്ടോ. അതിൻ്റെ മുകളിൽ കയറി കിടക്കണം, കറക്റ്റ് ലെവലിൽ കിടക്കണം ബാലൻസ് ചെയ്തിട്ട്. പിന്നെ ഒരു വലിയ തിര അവിടുന്ന് ഇങ്ങനെ കാണാൻ തുടങ്ങുമ്പോഴാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. ഇതൊക്കെ ഓരോരോ കറക്റ്റ് നിയമങ്ങളുണ്ട് കേട്ടോ. കൈ എങ്ങനെ വെക്കണം, കാലെങ്ങനെ വെക്കണം എന്നൊക്കെ. ഇതൊക്കെ പുള്ളി നമുക്ക് അവിടുന്ന് കാണിച്ചു തന്നായിരുന്നു. എന്നാലും അതാ തുഴയാൻ തുടങ്ങും. പുള്ളി ഒന്ന് ഹെൽപ്പ് ചെയ്യും, സപ്പോർട്ട് ചെയ്യും. കുറച്ച് കഴിയുമ്പോൾ എണീക്കണം. ആ എണീക്കുന്ന പരിപാടിയാണ് റിസ്ക് കേട്ടോ. ആ സമയത്ത് ബാലൻസ് കിട്ടിയില്ലെങ്കിൽ സ്പോട്ടിൽ നമ്മൾ വീഴും. ഇവൻ അത്യാവശ്യം നന്നായി ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ സായിദ് ഭായി അത്യാവശ്യം ചെയ്യുന്നുണ്ട്. ഇതാ ഇതുപോലെ സായിദ് ഭായി ഓഹോയ് ഓഹോയ്. ഇതാ അവസാനത്തെ ശ്രമം നടത്താൻ പോവാണ് സായിദ് ഭായി. ഇത് ഉറപ്പായിട്ടും സക്സസ് ആവും. സായിദ് ഭായി ഞാൻ കുറെ പോയി സക്സസ് ആയിട്ടുണ്ട്. ഞാൻ കണ്ടായിരുന്നു. അത്യാവശ്യം നന്നായി ചെയ്തിട്ടോ സായിദ് ഭായി. എന്നെ പോലെ ഒന്നല്ല. സായിദ് ഭായി ഇതാ പോണു, ഇതാ പോണു. അവസാനത്തെ പരിപാടിയായിട്ട് കേടാക്കിയല്ലോ മനുഷ്യ. അപ്പൊ നമ്മുടെ സർഫിംഗ് സെഷൻ അവസാനിക്കുകയാണ്. നക്ഷത്ര മത്സ്യം പിടിച്ചോ പിടിച്ചോ പിടിച്ചോ. നക്ഷത്ര മത്സ്യല്ലേ, പാവാണ്. അത് ജീവല്ല, അനങ്ങണ്ട. ഹായ് സെറ്റ്. മണല് കൂട്ടി പിടിക്കുന്നത് എന്തുവാണ് ആണോ? എന്തല്ലേ ഡിസൈൻ. നമ്മളിത് തിരിച്ച് കൊണ്ടുപോയി വൃത്തിയാക്കിയിട്ട് അവിടെ വെക്കണം കേട്ടോ. അപ്പം അതിന് മുമ്പ് ആ കാലി കെട്ടുന്ന കയറില്ലേ, അത് ഇതിനകത്തൊന്ന് ഒതുക്കി വൃത്തിയിൽ കെട്ടി വെക്കണം. പോകുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ ട്രെയിനറുടെ ഒരു സർഫിങ് കാണണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ പുള്ളി നമുക്കിപ്പോൾ ചെയ്ത് കാണിച്ചു തരും. അതുണ്ടോ, പുള്ളി അതിൻ്റെ മുകളിൽ കയറിയിട്ട് ഇങ്ങനെ ബാലൻസ് ചെയ്യുന്ന. പക്ഷേ വേവ്സ് സ്ട്രോങ് അല്ലാത്തതുകൊണ്ട് അധികം ദൂരം പോയില്ല. പുള്ളി നിൽക്കുന്നുണ്ടോ, കൂളായിട്ട് നിൽക്കുന്നുണ്ടോ. അപ്പോൾ ഇതാണ് പരിപാടി. ഇതെങ്ങനെയാണ് ശരിക്കും കാണാൻ വേണ്ടിയിട്ടാണ് പുള്ളിയോട് നമ്മളൊന്ന് ചെയ്യാൻ പറഞ്ഞത്. എന്തായാലും തിരിച്ചു പോവാം. അത് നോക്ക്, തീരം കാണുന്നതന്നെയല്ല. അതായത് ഇവരുണ്ടല്ലോ, നമ്മൾ അന്ന് ബസ്സിൽ പോയപ്പോൾ കണ്ടതല്ലേ, ഈ മണൽ കൊണ്ട് അങ്ങോട്ട് ചെല്ലാൻ സമ്മതിക്കില്ല. ഫുള്ള് നമുക്ക് അവിടുന്ന് ഒന്നുകൂടി കുളിക്കണം. അതിന് മുമ്പ് നമ്മൾ ഈ ഡ്രസ്സിൽ ഇതെന്താ പറയുക, സ്യൂട്ടിന് എന്താ പറയുക, ഡ്രൈ സ്യൂട്ട്. ഓക്കെ, ഈ സാധനം അതിനകത്തുള്ള മണലും സംഭവങ്ങളൊക്കെ കളഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് പോവാന്, അല്ലാതെ അങ്ങോട്ട് അടുപ്പിക്കില്ല. തിരിച്ചു വെക്കണം. അത് നമ്മൾ ഊരുമ്പോ ഓട്ടോമാറ്റിക് ആയിട്ട് ഉൾട്ടാവും. സമയം എത്രയായി നോക്കിയോ? 3:30 മണിയായി. ആര് ലേറ്റ് ആയി? നമ്മൾ ലേറ്റ് ആവണം. 5 മിനിറ്റ് ലേറ്റ് ആയിന്ന്. ഈ സംഭവം കുഴപ്പമില്ല കേട്ടോ. നമുക്ക് ഗിഫ്റ്റ് തന്നില്ലേ, മുട്ടായി. കൊറിയൻ സർക്കാരിന്റെ ടൂറിസം വകുപ്പ് പൂർണ്ണമായും ചെലവ് വഹിക്കുന്ന ഈ യാത്രയിലെ കാഴ്ചകളും വിശേഷങ്ങളും അവസാനിക്കുന്നില്ല. കൂടുതൽ വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളുമായി അടുത്ത വീഡിയോ കാണാം. ബൈ.